സിമിയാമി പോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എൻ്റെ കട്ടിലിൻ്റെ താഴ്ഭാഗത്തുള്ള തടി ആകെ പൊട്ടിപ്പൊളിഞ്ഞ് ഇനി ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലെത്തി. അപ്പോൾ അതൊന്ന് മാറ്റി വാങ്ങിക്കുന്നതിൻ്റെ വീഡിയോ നന്നായിട്ട് എടുത്തൊരു വ്ളോഗായിട്ട് ഇടണം എന്നൊക്കെയാണ് കരുതിയത്. കാരണം കുറേ നാളായി വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ എൻ്റെ തടിയുടെ അവസ്ഥ ഇതാണ്. ആകെ പൊട്ടിപ്പൊളിഞ്ഞ് ഇനി ഉപയോഗിക്കാനേ പറ്റില്ല. ഇത് തടിയല്ല, ഇത് പണ്ട് നമ്മൾ എക്സാമൊക്കെ എഴുതുന്ന ആ കാർഡ്ബോർഡില്ലേ, അതിൻ്റെ ഒരു വകഭേദം എന്ന് പറയാം. കുറച്ച് കട്ടി ഉണ്ടാവും ഇതിന്, ഒരു തടിയുടെ അത്ര പോലത്തെ ഒരു തിക്നെസ് ഉണ്ടാവും. ശരിക്കും ഇതെന്താണെന്ന് എനിക്കറിയില്ല. അവരിതിനെ പ്ലൈ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ അവിടെ പോയി ഇതിൻ്റെ തന്നെ സെയിം സാധനമാണ് അവരെന്നെ കാണിച്ചതും വില പറഞ്ഞതും ഒക്കെ. പക്ഷെ കൊണ്ടുവന്ന് ഇട്ടത് ഒരു കബോർഡിൻ്റെ 2 ഡോറുകളാണ് കൊണ്ടിട്ടത്. സാധനം ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള സാധനം തന്നെയാണ്. പക്ഷെ എന്നോട് കാണിച്ചതും പറഞ്ഞതും വേറൊരു സാധനമായിരുന്നു. അതിൻ്റെ നല്ല വിഷമം എനിക്കുണ്ടായിരുന്നു. കാരണം ഈ സാധനം ഇവർക്ക് കിട്ടുന്നത് ഒന്നെങ്കിൽ ഫ്രീ ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ അവർ വേറെ എവിടെന്നെങ്കിലുമൊക്കെ എടുത്തിട്ടുള്ളതായിരിക്കും. അപ്പോൾ എന്നോട് പറഞ്ഞ വാക്ക് പാലിക്കാത്തതിൻ്റെ ഒരു വിഷമം എനിക്കുണ്ടായിരുന്നു. പക്ഷേ സാധനം നല്ല സ്ട്രോങ് ആയതുകൊണ്ട് ഞാൻ എന്നെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കി അങ്ങ് ഓക്കെ ആകാൻ ശ്രമിച്ചു. കാരണം ഇത് പെട്ടെന്നൊന്നും പൊട്ടിപ്പൊളിഞ്ഞ് പോവില്ല. അങ്ങനത്തെ ഒരു സാധനമാണ് കൊണ്ടിട്ടേക്കുന്നത്. ഞാൻ മൊബൈലിലുള്ള സെക്കൻഡ് ഹാൻഡ് ഷോപ്പിൽ പോയിട്ടാണ് ഇത് വാങ്ങിയത്. മുന്നേ ഇതുപോലൊരു കബോർഡ് വാങ്ങാൻ പോകുമ്പോൾ അവരെന്നെ കാണിച്ചത് നല്ലൊരു കബോർഡ്, കാതിൽ വെക്കാൻ പോകുന്ന ഷെൽഫും നല്ല തടിയാണ് വെക്കുന്നതെന്നൊക്കെ പറഞ്ഞു. പക്ഷെ കൊണ്ടുവന്നപ്പോൾ വളരെ മോശം സാധനമായിരുന്നു. അതിലെനിക്ക് നന്നായിട്ട് ഫൈറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പം ഞാനൊരു പെണ്ണിങ്ങനെ പോയി പറയുമ്പോൾ അവർ 1 രൂപ പോലും കുറയ്ക്കേയില്ല. സാധനവും ഇങ്ങനെയൊക്കെ ആയിരിക്കും സത്യത്തിൽ സംഭവിക്കുന്നത്. അപ്പം എനിക്ക് അതിൻ്റെ ഒരു വിഷമം നന്നായിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ തിരഞ്ഞ് ഇങ്ങനെ നടക്കുന്നതിൻ്റെ ഇടയിൽ സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഇവിടെ കൊണ്ടുവന്നപ്പോഴും സാധനം വേറെയാണെന്ന് കണ്ടപ്പോൾ ഞാൻ വിഷമത്തിലായി. അപ്പോൾ അതുകൊണ്ട് അപ്പോഴും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇതാണ് സാധനം. ഇത് നല്ല സ്ട്രോങ് ഉള്ള സാധനം തന്നെയാണ്. അതുകൊണ്ട് ഞാൻ ഓക്കെ ആയി. ആദ്യം ഉണ്ടായിരുന്ന മാട്രസ് മെഡിക്കേറ്റഡ് അല്ലാത്തത് കൊണ്ട് പുറം നല്ല വേദന ഉണ്ടായിരുന്നു. അപ്പോൾ മാട്രസ് മാറ്റിയിട്ടുണ്ട്. പക്ഷെ അതും മെഡിക്കേറ്റഡ് അല്ല, മെഡിക്കേറ്റഡ് എന്നൊക്കെ എഴുതിയിരിക്കും. പിന്നെ ബഡ്ജറ്റ് നോക്കി വാങ്ങിയത് കൊണ്ട് അത് മെഡിക്കേറ്റഡ് അല്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. മാട്രസ് പറഞ്ഞത് തന്നെ കൊണ്ടുവന്നു എന്നാണ് തോന്നുന്നത്. അപ്പോൾ എന്തായാലും എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. അതുവരേക്ക് ബായ്.